അതീവ ക്ഷീണിതനായ കൊച്ചച്ഛൻ താനും തന്റെ യുവജനങ്ങളും ചേർന്നുണ്ടാക്കിയ അതിമനോഹരമായ പുൽക്കൂടിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് രാവിലത്തെ കുർബാനയ്ക്കുള്ള മണി മുഴങ്ങി. അച്ഛൻ കുർബാന അർപ്പിക്കുന്നതിനായി ദേവാലയത്തിലേക്ക് നടന്നു. കുർബാന അർപ്പിച്ച ശേഷം അതീവ സന്തോഷത്തോടെ അച്ഛൻ തന്റെ പുൽക്കൂടിന്റെ സൗന്ദര്യം ഒരിക്കൽ കൂടെ ആസ്വദിക്കാനായി പുൽക്കൂടിന്റെ അരികിലെത്തി. പെട്ടെന്നാണ് അച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുൽക്കൂടിനകത്തിരുന്ന ഉണ്ണീശോയെ കാണാനില്ല. ഇത്ര മനോഹരമായ പുൽക്കൂട്ടിൽ നിന്നും ഉണ്ണീശോ എവിടെ പോയി? ഉണ്ണീശോയ്ക്ക് പുൽക്കൂട് ഇഷ്ടപ്പെട്ടില്ലേ? ഉണ്ണീശോ പുൽക്കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? അതോ ഉണ്ണീശോയെ ആരെങ്കിലും എടുത്തോണ്ട് പോയോ? അച്ഛന്റെ മനസ്സിൽ ചോദ്യങ്ങൾ തിരതല്ലി. അച്ഛൻ പെട്ടെന്ന് വികാരിയച്ഛൻ്റെ അടുത്തെത്തി. വികാരിയച്ഛ, നമ്മുടെ പുൽക്കൂടിനുള്ളിൽ ഉണ്ണീശോയെ കാണാനില്ല. അങ്ങനെ അതീവ സങ്കടത്തോടെ അച്ഛൻ പള്ളിയുടെ നടയിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ഉണ്ണിക്കുട്ടൻ സൈക്കിളുമായി കടന്നു വരുന്നു. അല്ല, ഉണ്ണിക്കുട്ടൻ എന്താ ഈ സമയത്ത് സൈക്കിളുമായിട്ട്? അച്ഛന് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഉണ്ണിക്കുട്ടന്റെ സൈക്കിളിന് പിറകിൽ ദേ ഇരിക്കുന്നു ഉണ്ണീശോ. അല്ല ഉണ്ണിക്കുട്ട, നീ എന്ത് പണിയായി കാണിച്ചേ? ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ ഉണ്ണീശോയെ എടുത്തിട്ട് പോയേ? ഉണ്ണിക്കുട്ടൻ ചാടി സൈക്കിളിൽ നിന്നിറങ്ങി അച്ഛൻ്റെ അടുത്തെത്തി. അതുണ്ടല്ലോ അച്ഛാ, എന്നോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു നീ 25 ദിവസം പള്ളിയിൽ പോവാണെങ്കിൽ ഞാൻ നിനക്ക് പുതിയൊരു സൈക്കിൾ വാങ്ങിത്തരാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണീശോയോട് പറഞ്ഞു, ഉണ്ണീശോയെ, നീ എന്നെ 25 ദിവസം പള്ളിയിൽ പോകാൻ സഹായിക്കുവാണെങ്കിൽ എനിക്ക് സൈക്കിള് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ റൈഡ് നിന്നെ ഞാൻ പുറകിൽ എത്തിക്കൊണ്ടുപോവാം. അങ്ങനെ എനിക്ക് 25 ദിവസം പള്ളി വരാൻ പറ്റി. അപ്പച്ചൻ എനിക്ക് സൈക്കിള് വാങ്ങിത്തന്നു. അപ്പൊ ഞാൻ എൻ്റെ വാക്ക് പാലിക്കണ്ടേ? ഞാൻ എൻ്റെ ഉണ്ണീശോയെയും കൊണ്ട് ഒരു റൈഡിന് പോയതാ. ഉണ്ണിക്കുട്ടന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് അച്ഛൻ പുഞ്ചിരിച്ചു. നമുക്കും ഉണ്ണീശോയെ കൂട്ടി ഒരു റൈഡ് പോയാലോ? ജീവിതത്തിന്റെ ഓരോ യാത്രയിലും ഉണ്ണീശോയെ കൂടെ കൂട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലും ഉണ്ണീശോ വന്ന് പിറക്കും. വലിയൊരു കാത്തിരിപ്പിന് വിരാമമിടുന്ന ഈ വേളയിൽ തുടങ്ങി വെക്കുന്ന ഓരോ ജീവിത യാത്രയിലും നമ്മുടെ പാർട്ട്ണർ ഉണ്ണീശോയായിരിക്കട്ടെ. അപ്രധാനമെന്ന് മനുഷ്യർ കരുതിയ പലതിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ആ ദിവ്യ തമ്പുരാന്റെ പാത പിന്തുടരാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഉണ്ണീശോയെ ഹൃദയത്തിലേറ്റി അനേകർക്ക് പ്രത്യാശ പകരുന്ന വാൽ നക്ഷത്രങ്ങളാകാൻ നമുക്ക് കഴിയട്ടെ. പ്രശസ്തനായ ചാൾസ് ഡിക്കൻസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, ഞാൻ ക്രിസ്മസിനെ ഹൃദയത്തിലേറ്റുന്നു, അതിനെ വർഷം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ക്രിസ്മസിന്റെ സന്തോഷവും സന്ദേശവും ചൈതന്യവുമെല്ലാം ഹൃദയത്തിലേറ്റി വർഷം മുഴുവൻ മങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.